ഈ പ്രൊജക്ടർ ഇല്ലാത്ത ഒരു തിയേറ്ററിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട്. നമ്മുടെ ഈ ഒരു സിനിമ പ്രൊജക്ഷന്റെ കാര്യം പറയുന്ന സമയത്ത് 1900 കാലഘട്ടത്തിൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നത് ഫിലിം പ്രൊജക്ഷൻ ആയിരുന്നു. അതായത് ഫിലിം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊജക്ടർ ആയിരുന്നു. പ്രൊജക്ടറിലൂടെയാണ് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഫിലിം പ്രൊജക്ഷൻ മാറി നേരെ അങ്ങ് ഡിജിറ്റലിലേക്ക് മാറി. ഒരു 2000 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നത് ലാമ്പ് ബേസ്ഡ് പ്രൊജക്ടറിലൂടെ ആയിരുന്നു. പിന്നെ 2015 ആയപ്പോഴത്തേക്കും അവിടെ നിന്നും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് RGB ലേസർ പ്രൊജക്ഷൻ വരെ എത്തി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. യെസ്, അപ്പോൾ ഇനി അടുത്തത് എന്ത്? വാട്ട് നെക്സ്റ്റ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെയാണ് നമ്മുടെ സാംസങ്ങിന്റെ ഏറ്റവും പുതിയ LED സ്ക്രീൻ ടെക്നോളജി വന്നിരിക്കുന്നത്. അതും ലോകത്തിലെ ആദ്യത്തെ LED സ്ക്രീൻ ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സാംസങ് തന്നെയാണ്. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ വീട്ടിൽ ഇരുന്ന് സിനിമ കാണുമല്ലോ TV-ക്കകത്ത്. അപ്പോൾ അതുപോലെ തന്നെ ഈ തിയേറ്ററിന്റെ സ്ക്രീനിലും ഇതുപോലെ തന്നെ കോണ്ടന്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അത് കുറച്ചും കൂടി ഗംഭീരമായിട്ടൊരു സംഭവം അല്ലേ, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ സൗണ്ടിന്റെ കാര്യത്തിലാണ്. ഇപ്പോൾ നമ്മളൊക്കെ സ്ഥിരമായിട്ട് കാണാൻ പോകുന്ന തിയേറ്റർ, ഈ കൺവെൻഷൻ തിയേറ്ററിന്റെ കാര്യം പറയുവാണെങ്കിൽ അതിന്റെ സ്പീക്കർ അറേഞ്ച്മെന്റ് എവിടെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. സ്ക്രീനിന്റെ പുറകിലായിട്ടൊക്കെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു LED സ്ക്രീൻ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ സൗണ്ട് കിട്ടുമോ? അങ്ങനെയൊക്കെയുള്ള കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഇവിടെ സാധ്യമാകുന്ന ഒരു കാര്യമാണ് സാംസങ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഏത് തിയേറ്ററിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാംസങ് ആദ്യമായിട്ട് കൊണ്ടുവന്ന സാംസങ് ഓണിക്സ് LED ടെക്നോളജി കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു തിയേറ്ററിന് മറ്റ് തിയേറ്ററുകളിൽ നിന്നുള്ള വ്യത്യാസം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഒരു ഓണിക്സ് എന്ന് പറഞ്ഞ തിയേറ്റർ ടെക്നോളജിക്ക് പ്രൊജക്ടർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല കേട്ടോ. പകരം ഇവിടെ ഉപയോഗിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു LED സ്ക്രീനാണ്. അതിനകത്താണ് കോണ്ടന്റ് പ്ലേ ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന നമ്മുടെ മൂവി തിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സ്ക്രീൻ, ഒരു വലിയ സിംഗിൾ ഷീറ്റ് സ്ക്രീൻ ആയിരിക്കും നമ്മൾ ഇങ്ങനെ വെച്ച് വലിച്ചു കിട്ടുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അധ്വാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം കുറേ അധികം ആൾക്കാർ ചേർന്ന് നിന്ന് മുകളിൽ കുറച്ച് ആൾക്കാർ, താഴെ കുറച്ച് ആൾക്കാർ, അങ്ങനെ പതുക്കെ പതുക്കെ ടൈറ്റ് ചെയ്താണ് ആ ഒരു സ്ക്രീൻ, വലിയൊരു സിംഗിൾ സ്ക്രീനായിട്ട് അതിങ്ങനെ രൂപപ്പെടുത്തി എടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ ഒരു സാംസങ് ഓണിക്സ് സ്ക്രീനിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു LED സ്ക്രീനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ ഒരു വലിയ ഒരു LED സ്ക്രീൻ അങ്ങോട്ട് പ്ലേസ് ചെയ്താൽ പോരെയെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഒരു വലിയ സ്ക്രീനിനെ പാർട്ടായിട്ടാണ് അവർ അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പസിൽസ് ഒക്കെ കളിക്കുമല്ലോ. അപ്പം അതിനകത്ത് നമ്മളിങ്ങനെ ഓരോ പാർട്ട് അടുക്കി വെച്ച് അതൊരു ഫുൾ ഷേപ്പിലേക്ക് മാറ്റുമല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്കുള്ള ഈ ഒരു ലൈൻസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കും കുറേ ലൈൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് തിയേറ്റർ സ്ക്രീൻ ഭയങ്കര മോശമായിരിക്കും നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുമില്ല. അതിഗംഭീരം തന്നെ പറയാം. നമുക്കൊരു സിംഗിൾ ലൈൻ പോലും വിസിബിൾ ആകാത്ത രീതിയിലാണ് നമ്മുടെ ഈ ഒരു ഓണിക്സ് സ്ക്രീനിന്റെ അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പാർട്ടായിട്ടാണ് ഈ ഒരു സ്ക്രീൻ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതിലെ ഓരോ പാർട്ടിനെയും വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനറ്റ് എന്നാണ് കേട്ടോ. ഓരോ ക്യാബിനറ്റുകളും ചേർത്താണ് നമ്മുടെ ഈ ഒരു വലിയ സ്ക്രീൻ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ ക്യാബിനറ്റിനകത്ത് തന്നെ നമുക്ക് LED മോഡ്യൂൾസ് കാണാൻ പറ്റും. ഇനി ഓരോ ക്യാബിനറ്റിന്റെ സൈസ് നോക്കുകയാണെങ്കിൽ 640 mm by 900 mm സൈസാണ് വരുന്നത്. അതുപോലെ തന്നെ 14.2 കിലോഗ്രാമും ഈ ഒരു ക്യാബിനറ്റിന്റെ ഭാരം വരുന്നുണ്ട് കേട്ടോ. ഇനി റെസൊല്യൂഷന്റെ കാര്യം നോക്കുവാണെങ്കിൽ 256 by 360 പിക്സലാണ് ഇതിന്റെ ഒരു റെസൊല്യൂഷൻ വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് LED മോഡ്യൂൾസ് വരുന്നുണ്ട്. പിന്നെ ഒരു അലൂമിനിയം ഫ്രെയിം നമുക്ക് പുറകിലായിട്ട് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ ഒരു ലൈഫ് ടൈം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ 1,00,000 hours ഒക്കെയാണ് നമ്മുടെ ഈ ഒരു ക്യാബിനറ്റിന്റെ ലൈഫ് സ്പാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ ഇതിന്റെ ഒരു കപ്പാസിറ്റി എന്തുമാത്രം ഉണ്ടെന്ന്. അപ്പോഴേ ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് അടുക്കി വെക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ഡാമേജ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്യാബിനറ്റ് മാത്രമായിട്ട് എടുത്തു മാറ്റിയിട്ട് പുതിയത് നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം നമ്മുടെ സ്ഥിരം കൺവെൻഷണൽ തിയേറ്ററിലാണെങ്കിൽ അറിയാലോ, സ്ക്രീനിന്റെ ഒരു സൈഡ് കീറിപ്പൊക്കി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് റീവർക്ക് ചെയ്തെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. മിക്ക തിയേറ്ററുകളും ആ ഒരു സ്ക്രീൻ മൊത്തമായിട്ട് അങ്ങോട്ട് മാറ്റാറാണ് പതിവ്. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കാര്യമാണ്. പക്ഷെ ഇവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ മാത്രമായിട്ട് ഇളക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ഇനി LED സ്ക്രീനിൽ സിനിമ കാണുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിലേ, നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ ഷോപ്പിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സാംസങ് പോലുള്ള ബ്രാൻഡുകളുടെ കുറേ അധികം LED TVകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല കിണ്ണം കാച്ചി വിഷ്വൽസ് കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ കണ്ണും തള്ളി നോക്കി നിന്ന് പോകും. കാര്യം അതുപോലത്തെ വിഷ്വൽസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാലോ അതേ LED സ്ക്രീൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു തിയേറ്ററിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗംഭീരമായ വിഷ്വൽസ് ആണ് വരുന്നത് കേട്ടോ. ഇപ്പൊ പറയുവാണെങ്കിൽ അൺപാരൽഡ് കളർ കോൺട്രാസ്റ്റ് അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് ഒക്കെയാണ് നമ്മുടെ ഈ ഒരു LED സ്ക്രീൻ ഡെലിവറി ചെയ്യുന്നത്. പിന്നെ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ബ്ലാക്കിന്റെ കാര്യം പറയുവാണെങ്കിൽ അത് ട്രൂ ബ്ലാക്ക് തന്നെയാണ്. ഈ ട്രൂ ബ്ലാക്കിന്റെ കാര്യം പറയുമ്പോഴേ
നമ്മുടെ പല തിയേറ്ററുകളിൽ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന തിയേറ്റർ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ലാംബേസ് പ്രൊജക്ടറിലൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് സോണിയുടെ പ്രൊജക്ടറിൻ്റെ ഒക്കെ കാര്യം നോക്കുവാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് കളർ വരുന്ന സമയത്ത് നമുക്കൊരു ബ്ലൂ ഷെയ്ഡ്, ഒരു ബ്ലൂ ഇങ്ങനെ പുറത്തൂടെ ഒരു ലെയർ പോകുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ ഈ ഐഫോണിൻ്റെ ഒക്കെ റെറ്റിന ഡിസ്പ്ലേയിൽ നമ്മളിങ്ങനെ ആ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രൂ ബ്ലാക്ക് ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ കാര്യം പറയുമ്പോഴും അതുപോലെ തന്നെയാണ്. ഗംഭീരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീര വിഷ്വൽസ് ആണ് നമുക്ക് ഈ ഒരു തിയേറ്ററിൽ, സാംസങ് ഓണിക്സ് തിയേറ്ററിൽ ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഇതിന്റെ ഒരു ലൈഫ് സ്പാൻ എന്നൊക്കെ പറയുവാണെങ്കിലേ 15 വർഷമൊക്കെയാണ് ഈ ഒരു LED സ്ക്രീനിന്റെ ലൈഫ് സ്പാൻ പറയുന്നത്. അതിൽ തന്നെ ഇനി എൻഗേജ് എന്തെങ്കിലും സൈഡിലൊക്കെ ഡാമേജ് വന്നാൽ പോലും നമുക്ക് ആ ഒരു ക്യാബിനറ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ വിഷ്വലിന്റെ കാര്യം ഏകദേശം തീരുമാനം ആയല്ലോ. നമുക്കിവിടെ പ്രൊജക്ടർ ഇല്ല, LED സ്ക്രീനാണ് വരുന്നത്. ഇനി ആണ് അവിടുത്തെ ഒരു മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടിന്റെ കാര്യം പറയുമ്പോഴേ, നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തിയേറ്ററുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തിയേറ്റർ സ്ക്രീനിന്റെ പുറകിലായിട്ടാണ് നമ്മുടെ സെൻട്രൽ ചാനൽ, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ് തുടങ്ങിയ സ്പീക്കേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു LED സ്ക്രീനാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പെർഫറേറ്റഡ് സ്ക്രീൻ അല്ല. അപ്പോൾ ഈ സൗണ്ട് പുറത്തേക്ക് വരുവാനുള്ള ഒരു സംഭവം ഇല്ലല്ലോ. അപ്പോൾ അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. കാര്യം ആ രീതിക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സിനിമ ആസ്വാദനം പൂർണ്ണമാവുന്നത്. അവിടെയാണ് സാംസങ് ഗംഭീരമായൊരു ടെക്നോളജി ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സാധ്യമാണ് കേട്ടോ. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ രീതിയിൽ സൗണ്ടിനെ അവർ പാകപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ്. യെസ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് സൗണ്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ സൗണ്ടിന്റെ കാര്യം പറയുവാണെങ്കിൽ ഹാർമൻസ് JBL എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ് ഇതിനു വേണ്ടി മാത്രം, ഈ ഒരു സാംസങ് ഒണിക്സിന് വേണ്ടി മാത്രമായിട്ട് ഈ ഒരു സൗണ്ട് ടെക്നോളജി വികസിപ്പിച്ചെടുത്ത കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഈ ഒരു ഇന്നോവേഷന് യാതൊരുവിധ കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും ഗംഭീര ഇന്നോവേഷനാണ്. പിന്നെ JBL എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. നമ്മുടെ തിയേറ്ററുകളിലൊക്കെ മിക്ക തിയേറ്ററുകളിലും നമുക്ക് കാണാൻ പറ്റുന്ന JBL സ്പീക്കേഴ്സ് ആണ്. ഹർമൻ എന്ന് പറയുമ്പോൾ അറിയില്ല, JBLന്റെ പാരന്റ് കമ്പനിയാണ് ഹർമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഹർമന്റെ കാര്യം ചോദിക്കുവാണെങ്കിൽ നമ്മുടെ സാംസങ്ങിന്റെ മുതൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ JBL സ്പീക്കേഴ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ കുറേ അധികം തിയേറ്ററുകളിൽ JBL സ്പീക്കേഴ്സ് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗംഭീര ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് ആ ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം കൈരളി ശ്രീ നിള തിയേറ്റർ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു ഫീഡ്ബാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ വേറെ ലെവൽ തന്നെയാണ്. കാര്യം JBLന്റെ ഏത് മോഡൽ സ്പീക്കറാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ ആ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, വേറെ ഒരു ലെവൽ സംഭവമാണ്. അപ്പം JBLന് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ അധികം ടെക്നോളജികൾ കൊണ്ടുവരാൻ പറ്റുന്നത്. പിന്നെ ഐമാക്സും ഇതേ കാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ക്രിസ്റ്റി വിവോടി ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടുത്തെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഹർമൻസ് JBL എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ് ഞാൻ പറയാം ഇങ്ങനത്തെ ഒരു പുതിയ ഇന്നോവേഷൻ ഐഡിയ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ലെവലിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഹാർഡ്വെയറിന്റെ കാര്യത്തിലാണെങ്കിലും, അതായത് നമ്മുടെ LED സ്ക്രീനിന് വേണ്ടി ഡിസൈൻ ചെയ്ത ലൗഡ് സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു കാര്യത്തിൽ, അതുപോലെ തന്നെ DSP ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്, അതുപോലെ തന്നെ സൗണ്ട് ഈക്വലൈസേഷൻ. അപ്പം ഈ കാര്യങ്ങളിലൊക്കെ മൾട്ടിപ്പിൾ ലെവലിലായിട്ടാണ് നമ്മുടെ ഈ ഒരു JBL ഈ ഒരു ടെക്നോളജി ഇന്നോവേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്ത് വേറെ കോമ്പറ്റീഷൻ ഒന്നുമില്ല എന്നുള്ള സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്പീക്കർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് എന്തായാലും സ്ക്രീനിന് പുറകിലായിട്ട് സ്പീക്കേഴ്സ് വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. പകരം നമുക്ക് മുകളിൽ സ്ഥലമുണ്ടല്ലോ, അതുപോലെ തന്നെ സ്ക്രീനിന്റെ രണ്ട് സൈഡിലും സ്ഥലമുണ്ടല്ലോ, പിന്നെ അതുപോലെ താഴെ സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ഇവിടൊക്കെയാണ് നമ്മുടെ സ്പീക്കേഴ്സ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട് ചാനൽ, അതുപോലെ തന്നെ സെൻട്രൽ ചാനൽ എന്നൊക്കെ പറയല്ലോ സ്ക്രീനിന് പുറകെ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് സ്ക്രീൻ ചാനൽ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടുത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ക്രീൻ ചാനൽ പ്ലേസ് ചെയ്തിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിന്റെ നേരെ മുകളിലായിട്ടാണ് കേട്ടോ. അതിൽ തന്നെ 2 സൗണ്ട് അറേഞ്ച്മെന്റ് ആണ്, അതായത് സ്പീക്കർ അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ ഈ ഒരു JBL ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ JBL ഓഫർ ചെയ്ത ആ ഒരു 2 ലൗഡ് സ്പീക്കർ സിസ്റ്റത്തിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിലേ, 5 മീറ്റർ ഡിസ്പ്ലേ എൻവയോൺമെന്റിന് ഒരു സിസ്റ്റം, അതുപോലെ തന്നെ 10 മീറ്റർ ഡിസ്പ്ലേ എൻവയോൺമെന്റിന് വേറെ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ 10 മീറ്റർ എബോ ആണെന്നുണ്ടെങ്കിൽ JBLന്റെ 3733 3-വേ സ്ക്രീൻ അറേ ലൗഡ് സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 5 മീറ്റർ ഡിസ്പ്ലേ എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ JBLന്റെ C221 2-വേ സ്ക്രീൻ അറേ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്ക്രീനിന്റെ മുകളിൽ എന്തായാലും സ്ക്രീൻ അറേ സ്പീക്കേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. നമുക്ക് 10 മീറ്ററാണ് എടുക്കുക. അപ്പോൾ അവിടെ 3-വേ അറേ സ്ക്രീൻ സ്പീക്കേഴ്സ് ആണ് കൊടുക്കുന്നത്. ഇനി സ്ക്രീനിന്റെ 2 സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് ചാനൽ നമ്മൾ വിളിക്കുമല്ലോ, ആ ഒരു ചാനൽ സ്പീക്കേഴ്സും നമുക്ക് സ്ക്രീനിന്റെ 2 സൈഡിലായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്ക്രീനിന്റെ അടിയിലായിട്ടും നമുക്ക് സബ് വൂഫേഴ്സ്, അതുപോലെ തന്നെ അഡീഷണൽ ലൗഡ് സ്പീക്കേഴ്സും അവർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ സ്പീക്കേഴ്സ് അറേഞ്ച് ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് ആ ഒരു ഗംഭീര എക്സ്പീരിയൻസ് കിട്ടുമോ? ഇല്ല. അവിടെയാണ് നമ്മുടെ സാംസങ് ഓണിക്സ് സ്ക്രീനിൽ അവർ ചില പൊടിക്കൈകൾ ചെയ്തിരിക്കുന്നത്. JBL ആ ഭാഗത്ത് ഗംഭീരമായിട്ടൊരു കളി കളിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ തിയേറ്റർ വോൾ ഉണ്ടല്ലോ, രണ്ട് സൈഡിലെ വോളിൽ ഏറ്റവും മുൻഭാഗത്തായിട്ട് അവർ റിഫ്ലക്ടർ ഹോൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മോഡൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ JBLന്റെ CR-F2 എന്ന് പറഞ്ഞിട്ടുള്ള റിഫ്ലക്ടർ ഹോൺസ് ആണ് അവർ ഈ രണ്ട് വോളിലായിട്ട് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു ഉപയോഗം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈ ഫ്രീക്വൻസി റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു റിഫ്ലക്ടർ ഹോൺസ് അവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് മാത്രമല്ല, നമുക്ക് അഡീഷണൽ ലൗഡ് സ്പീക്കേഴ്സ് നമുക്ക് തിയേറ്ററിന്റെ വോളിലായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ എല്ലാം കൂടെ ഒരു കമ്പൈൻഡ് ആക്ഷൻ ആയിട്ടാണ് നമുക്ക് ഈ ഒരു 360 ഡിഗ്രി എക്സ്പീരിയൻസ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ വളരെ ചുരുക്കിയാണ് കമ്പൈൻഡ് ആക്ഷന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നതെന്ന് പറഞ്ഞത്. പക്ഷേ അവിടെ വളരെ വലിയൊരു പ്രോസസ് നടക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു സ്ക്രീൻ അറേ സ്പീക്കേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എന്താ പറയുക, ഒരു സൗണ്ട് സിസ്റ്റം എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം അത്രയധികം ലെയർ ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്പീക്കേഴ്സ് എന്നുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിഫ്ലക്ടർ ഹോൺസ്. അപ്പോൾ ഈ ഒരു മൊത്തത്തിലുള്ള പ്രോസസ്സിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സൗണ്ട് ഡി എലിവേഷൻ പ്രോസസ് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ പുറകെ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം പറഞ്ഞു പോകേണ്ടി വരും. അപ്പം അത് നിങ്ങൾക്ക് ബോറടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ ഒരു കമ്പൈൻഡ് ആക്ഷന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു മികച്ച എക്സ്പീരിയൻസ് സാംസങ് ഓണിക്സ് തിയേറ്ററിൽ കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഫിസിക്സ് ക്ലാസ് എടുക്കാം കേട്ടോ. നമ്മുടെ പഴയ പരിപാടി നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൗണ്ട് അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു എന്താ പറയുക, JBLന്റെ ആ ഒരു ഹാമൺസ് JBLന്റെ ഈ ഒരു ഇത്രയും അലിക്കുലുത്തായിട്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഗംഭീര ഒരു സൗണ്ട് ഫീഡ്ബാക്കും നമുക്ക് ഈ ഒരു തിയേറ്ററിൽ അഷുർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഒരു 5.1, അതായത് നമ്മൾ നോർമൽ തിയേറ്ററിൽ പോകുമ്പോൾ ഉള്ള 5.1 അല്ലെങ്കിൽ ഒരു 7.1 തിയേറ്ററിലെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒത്ത നടുക്ക്, തിയേറ്ററിന്റെ ഒത്ത നടുക്കാനിരിക്കണം എന്നൊരു വിദ്യാധാരണ നമുക്കുണ്ട്. പക്ഷേ ഒത്ത നടുക്കല്ല, തൊട്ട് കുറച്ച് പുറകിലേക്ക് മാറണം. അതിന്റെ ഒരു ചിത്രം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു ഡാർക്ക് ബ്ലൂ ഏരിയ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിന്റെ മിഡിലല്ല, മിഡിലിന്റെ തൊട്ട് പുറകിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്കൻഡ് സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ ആ സെക്കൻഡ് സ്വീറ്റ് സ്പോട്ടിന്റെ ഒരു കവറിങ് ഏരിയ നിങ്ങൾ കണ്ടല്ലോ, അതായത് ഏകദേശം ഒരു മിഡിൽ റേഞ്ചും അതുപോലെ തന്നെ ഏറ്റവും പുറകിൽ വരെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ പുറകിലത്തെ സീറ്റ് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്കും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ആ ഒരു ധാരണയില്ല. നമ്മൾ എപ്പോഴും പറയുന്നത് സെൻറ്ററിൽ ഇരുന്നാൽ മാത്രമേ നമുക്ക് സൗണ്ട് കിട്ടത്തുള്ളൂ എന്നൊരു ധാരണയുണ്ട്. അത് കിട്ടും, കറക്റ്റാണ് കേട്ടോ. പക്ഷേ ഇത് മൊത്തം അടുക്കൊന്നുമല്ല. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, സ്ക്രീനിൽ കണ്ടല്ലോ. യെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓണിക്സ് തിയേറ്ററിന്റെ സൗണ്ട് സിസ്റ്റം, നമ്മുടെ ഈ ഒരു JBL സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കണ്ട ആ ഒരു ഡാർക്ക് ബ്ലൂ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ സൗണ്ട് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് ആ ഒരു സ്വീറ്റ് സ്പോട്ട് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റേഞ്ച് വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ കുറേ അധികം കാര്യങ്ങൾ ഗ്രാഫ് വരച്ചൊക്കെ പറഞ്ഞു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വിട്ടേക്കാം. തൽക്കാലം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് ആ ഒരു സ്വീറ്റ് സ്പോട്ടിന്റെ റേഞ്ച് നമ്മുടെ സാധാരണ തിയേറ്റർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് കൂടുതലാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റി വിവ് ഓഡിയോ, അതുപോലെ തന്നെ IMAXന്റെ 12.1 തുടങ്ങിയ സൗണ്ട് ഫോർമാറ്റിന്റെ കാര്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്വീറ്റ് സ്പോട്ടിലേക്ക് മാത്രമല്ല, ഈ ഒരു തിയേറ്ററിനകത്ത് എത്ര സീറ്റ് ഉണ്ടോ ആ ഒരു സീറ്റിലേക്കുള്ള സൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് നടക്കണം എന്നൊരു ആശയത്തിന്റെ പുറത്താണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് എന്തായാലും വരുന്ന വർഷങ്ങളിൽ കിട്ടും. കാര്യം ഇപ്പം അവർ ഈ ഒരു സീറ്റ് സ്പോട്ട് മാത്രം സെലക്ട് ചെയ്ത്, അതൊക്കെ നമ്മൾ സ്ഥിരം പോകുന്ന തിയേറ്ററുകളിൽ ഉള്ള സൗണ്ട് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴും ആ ഒരു രീതിയിലാണ്. പക്ഷേ നമ്മൾ മറ്റ് ടെക്നോളജികൾ നോക്കുന്ന സമയത്ത് അവർ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കവറേജിലേക്ക് സൗണ്ട് മാക്സിമം ഡിസ്ട്രിബ്യൂഷൻ എത്തണം എന്നുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ ക്രിസ്റ്റി വിവ് ഓഡിയോ നമ്മുടെ നാട്ടിലെ ഒരുപാട് തിയേറ്ററിലുണ്ട്. പിന്നെ IMAXന്റെ 12.1 നമുക്കിപ്പോൾ തൊട്ട് നമ്മുടെ കോയമ്പത്തൂരിലുണ്ട് അല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ ഈ ഓണിക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സ്വീറ്റ് സ്പോട്ടിന്റെ റേഞ്ച് കൂടുതലാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം സൗണ്ടും കഴിഞ്ഞു, അതുപോലെ തന്നെ പ്രൊജക്ഷനും കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് 3D ആണ്. 3Dയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് 3D വർക്കാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, വർക്കാവും. അതും മറ്റു തിയേറ്ററുകളിൽ നിന്ന് മികച്ചതായിട്ട് തന്നെ വർക്കാവും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ഷട്ടേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു ഓണിക്സ് തിയേറ്ററിൽ 3D അവർ ടെക്നോളജി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കാണുന്ന 3D ഇമേജിനേക്കാളും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. കാര്യം LED ആയതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആണ്. നമ്മൾ സാധാരണ ഒരു പ്രൊജക്ടറിൽ നിന്നും പ്രൊജക്ട് ചെയ്യുന്ന ഒരു ബ്രൈറ്റ്നസിന്റെ എത്ര ഇരട്ടിയാണ് നമുക്ക് ഈ ഒരു LED സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സാംസങ് ഓണിക്സ് തിയേറ്ററിനെ പറ്റിയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് എവിടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗത്തായിട്ടുണ്ട്. ഇപ്പം ഈ അടുത്തായിട്ട് തുറന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യക്കാർക്ക്, അതായത് നമ്മൾ കേരളീയർക്ക് എവിടെ പോയി കാണണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്വാഗത് തിയേറ്റർ ഉണ്ട്. അവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ അവർ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഒണിക്സ് സ്ക്രീൻ ആണെന്നാണ്. പക്ഷേ അത് 14 മീറ്റർ ആണ്, 14 മീറ്റർ ആണ് അവർ പറയുന്ന ഒരു സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ സാധാരണ ഒരു തിയേറ്റർ സ്ക്രീൻ, അതായത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ RGB ലേസർ പ്രൊജക്ഷൻ ഒക്കെ പറയല്ലോ, ആ ഒരു സ്ക്രീൻ സൈസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക്
അത്ര വലുതായിട്ട് തോന്നുന്നില്ല. അതൊരു ചെറിയ ഡിസഡ്വാൻറ്റേജ് കൂടിയാണ്. അപ്പം എന്തായാലും വരും വർഷങ്ങളിൽ അവർക്ക് എന്തായാലും ഇതിന്റെ വലിപ്പം കൂട്ടുക എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സൗണ്ട് ഗംഭീരമാണ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രൊജക്ടർ ഇല്ല. അപ്പോൾ അത്രയും ഗംഭീര വിഷ്വൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രൊജക്ടർ ഓപ്പറേറ്ററിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ആ ഒരു റൂമിന്റെ സ്പേസ് ഉണ്ടല്ലോ, അത് ഫ്രീ ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയും വേണമെങ്കിൽ സീറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. പിന്നെ സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് തന്നെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സാംസങ്ങിന്റെ ഓണിക്സ് തിയേറ്ററിൽ പോയി ഗംഭീരമായിട്ട് സിനിമ ആസ്വദിക്കണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ബാംഗ്ലൂരിൽ വിട്ടാൽ മതി. അവിടെ സ്വാഗത് തിയേറ്റർ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു LED സ്ക്രീനിൽ ആ ഒരു ദൃശ്യ വിസ്മയം കാണാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അവതാർ 2 ഒക്കെ ഇപ്പോൾ ഇറങ്ങിയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോഴല്ല, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. അപ്പോൾ അതൊക്കെ ഈ ഒരു LED സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ വേറെ ലെവലായിരിക്കും അല്ലേ. യെസ്, അപ്പോൾ സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കിയോ. നമ്മുടെ നാട്ടിലേക്കൊക്കെ വരാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം ഇതിൻ്റെ ഒരു എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. നമ്മുടെ ഈ ഒരു RGB ലേസർ പ്രൊജക്ഷൻ ഉണ്ടല്ലോ, ഈ തട്ടിക്കൂട്ട് RGB ലേസർ പ്രൊജക്ടർ അല്ല, ഈ ഫ്ലാഗ്ഷിപ്പ് ലെവലിലൊക്കെ ഉള്ള നമ്മുടെ ഏരീസിലും രേവതിയിലും ഒക്കെ ഇരിക്കുന്ന കോടികൾ വിലമതിക്കുന്ന പ്രൊജക്ടേഴ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ തിയേറ്ററുകളിലെ ചിലവുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വേണമെങ്കിൽ അവർക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയേറ്റർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ്, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ലെയർ വൈസ് പറയാനായിട്ടുണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കത്തേ ഉള്ളൂ. കുറേ അധികം ഗ്രാഫും അതുപോലെ ഈ സൗണ്ടൊക്കെ നോക്കുന്ന സമയത്ത് തലവരിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിർത്തുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ അതുവരേക്കും ബൈ.